സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള UPSC റാങ്ക് ഹോൾഡർമാരുടെ സമരവേദിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ LPSC റാങ്ക് ഹോൾഡർമാരുടെ സമരം അത് ഇന്നലെ നടന്ന ചർച്ചയ്ക്ക് പിന്നാലെ ഒത്തുതീർപ്പായിട്ടുണ്ട്. 2 മാസത്തെ സമയം സർക്കാർ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പിന്നാലെ അവർ സമരം ഒന്ന് പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങോട്ടേക്ക് തൊട്ടടുത്ത് തന്നെയാണ് ഈ UPSC റാങ്ക് ഹോൾഡർമാരുടെ സമരവേദി. അങ്ങോട്ടേക്ക് വന്നാൽ നമുക്ക് കാണാം ഇവിടെ UPSC റാങ്ക് ഹോൾഡർമാർ അവരുടെ സമരം കൂടുതൽ ശക്തമാക്കുകയാണ്. കഴിഞ്ഞ 15 ദിവസമായി ഇവരിവിടെ അനിശ്ചിതകാല സമരം തുടരുകയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു യാചനാ സമരം ഇന്നത്തെ 15ാമത്തെ ദിവസം നടത്തുന്നത്. നമുക്ക് അവരുടെ ദേഹത്തേക്ക് നോക്കിയാൽ കാണാം അവരുടെ യോഗ്യതകൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ യോഗ്യതകളാണ് അവർക്കുള്ളതെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ എത്രാമത്തെ റാങ്കാണ് ഈ ഇരിക്കുന്ന അദ്ദേഹത്തിന് UPSC റാങ്കിൽ 16ാമത്തെ റാങ്ക് വന്നിരിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇതുവരെയും ജോലി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ എല്ലാവരുടെയും ദേഹത്ത് അവരവരുടെ യോഗ്യതകളും അവരുടെ റാങ്കിന്റെ നമ്പറും എഴുതി വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞുകൊണ്ട് അവരിതാ ഇവിടെ ജോലി തരൂ എന്ന് പറഞ്ഞുകൊണ്ട് വഴിയരികിലിരുന്ന് യാചിക്കുകയാണ് ചെയ്യുന്നത്. 15 ദിവസമായിട്ടും സർക്കാർ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും വിളിച്ചിട്ടില്ല. അങ്ങോട്ട് വിളിച്ച് ആവശ്യപ്പെട്ടു. പക്ഷെ എന്നിട്ട് പോലും തങ്ങളെ സർക്കാർ പരിഗണിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇവരുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. ഏതാണ്ട് സപ്ലിമെന്ററി ലിസ്റ്റ് ഉൾപ്പെടെ ഏതാണ്ട് 8,000-ഓളം ആളുകളാണ് ആ റാങ്ക് ലിസ്റ്റിൽ ഉള്ളത്. പക്ഷേ ഈ 10 മാസം പിന്നിടുമ്പോഴും ഇവരുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് വെറും 9 പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്. എറണാകുളത്ത് നിന്ന് ഒരാൾ, അതുപോലെ തന്നെ കോട്ടയത്ത് നിന്ന് 6 പേര്, തിരുവനന്തപുരത്ത് നിന്ന് 2 പേര്, അങ്ങനെ 9 പേർക്ക് മാത്രമാണ് അഡ്വൈസ് നിയമനം ലഭിച്ചിരിക്കുന്നത്. 52 പേർക്ക് അഡ്വൈസ് അയച്ചിട്ടുണ്ടെങ്കിലും ബാക്കി ആളുകൾക്കൊന്നും നിയമനം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും കൂടുതൽ ആളുകളെ എത്രയും പെട്ടെന്ന് ജോലിയിലേക്ക് എടുക്കണം എന്നുള്ളത് തന്നെയാണ് ആവശ്യം. സമരം ശക്തമാക്കുകയാണല്ലേ? സമരം ശക്തമാക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അതായത് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഇവിടെ 10-15 ദിവസമായി ഞങ്ങൾ ഇവിടെ ഇരിക്കണം. ഇന്ന് ഞങ്ങളുടെ സമരം തുടങ്ങിയിട്ട് 15ാമത്തെ ദിവസമാണ്. അപ്പൊ ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത്, ഇപ്പോ LPSTക്കാര് സമരം ചെയ്തു. അവർ വളരെയധികം വ്യത്യസ്തമായ രീതിയിലും അത്രയധികം അഗ്രസീവായ രീതിയിലൊക്കെ ചെയ്തു. അതുപോലെ ചെയ്താലേ പരിഗണിക്കൂ എന്നാണോ പറഞ്ഞു വരുന്നത്. അതായത് ഞങ്ങൾ ഒരു സമാധാനപരമായിട്ടാണ് ഇവിടെ ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ ഭൂരിഭാഗം ആവശ്യങ്ങളും ഒരുപോലെയാണ്. എല്ലാം ഒരുപോലെയാണെന്ന് ഞാൻ പറയണില്ല. ഇപ്പൊ ഞങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ റേഷ്യോ അതുപോലെ കുറയ്ക്കാനുണ്ട്. അതുപോലെ HMന്റെ ക്ലാസ് ചാർജ് മാറ്റിയിട്ട് അവിടെ ഒരു പോസ്റ്റ് അനുവദിക്കുകയാണെങ്കിൽ അതുണ്ട്. അതുപോലെ MRS, ഫിഷറീസ് എന്നീ സ്കൂളുകളിലൊന്നും തന്നെ UPSC ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ചർച്ചയ്ക്ക് വിളിക്കണമെന്ന് നിങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അതായത് പല രീതിയിലും നമ്മൾ പാസ് എടുത്തിട്ട് കുറെ വട്ടം കണ്ടിരുന്നു. പക്ഷെ ഒരു ചർച്ച എന്നുള്ള രീതിയിലല്ല. അത് നമുക്ക് എന്തെങ്കിലും കുറച്ചൊരു സമയം നമ്മുടെ കാര്യം സംസാരിക്കും, അവർ പരിഗണിക്കാം, അതുപോലെ വിട്ടയക്കും. അതുപോലെ LPSCക്കാരെ വിളിച്ച പോലെ ഒരു മെയിൻ ആയിട്ട് ഒരു ചർച്ച എന്നുള്ള രീതിക്ക് ഞങ്ങൾക്ക് ഇതുവരെ അവസരങ്ങളൊന്നും തന്നെ കിട്ടിയില്ല. അങ്ങനെ ഒരു അവസരം വേണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ കാര്യങ്ങൾ കൂടി കേൾക്കാൻ, അതായത് ഞങ്ങളെ പരിഗണിക്കാനാണ് ഞങ്ങൾ സമരം ശക്തമായി മുന്നോട്ട് പോവുകയാണ്. സമരം ശക്തമായി പോകും. ഇനിയും ചർച്ച എന്നുള്ള കാര്യം ഇതിൽ വരുന്നില്ല എങ്കിൽ ഞങ്ങൾ ഇനിയും ശക്തമാക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. 15 ദിവസമായിട്ട് ഇതേ രീതിയിൽ തന്നെ സമരം ചെയ്യുകയാണ്. ഇവർ ചോദിക്കുന്ന സമാധാനപരമായി സമരം ചെയ്താൽ എന്തുകൊണ്ടാണ് സർക്കാർ തങ്ങളെ പരിഗണിക്കാത്തതെന്നുള്ളതാണ്. LPSC റാങ്ക് ഹോൾഡർമാരുടെ സമരം നമ്മൾ കണ്ടതാണ്. അവർ കല്ല് തിന്നും മണ്ണ് തിന്നും ചിതയൊരുക്കിയും ഒക്കെ വലിയ രീതിയിലുള്ള സമരം നടത്തി. അതുപോലെ തന്നെ ദിവസങ്ങളോളം അവിടെ ഒരു ഉദ്യോഗാർത്ഥി നിരാഹാര സമരം നടത്തി. അങ്ങനത്തെ അത്തരത്തിൽ കുറച്ചുകൂടി ശക്തമായ സമരത്തിലേക്ക് പോയാൽ മാത്രമാണോ സർക്കാർ പരിഗണിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇവർ ഉയർത്തുന്നത്. സർക്കാർ തങ്ങളെ കൂടി കേൾക്കണം, തങ്ങളുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് എന്തായാലും ഇവർ മുന്നോട്ടേക്ക് വെക്കുന്നത്. സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ശക്തമായ സമരവുമായി തന്നെ ഇവർ മുന്നോട്ടേക്ക് പോകും എന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും UPSC സമരം നടത്തുന്ന ഉദ്യോഗാർത്ഥികളും വ്യക്തമാക്കുന്നത്.